ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മസാല മന്തിയായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള, ഒരു തക്കാളി, അല്പം വെളുത്തുള്ളി, ബസുമതി റൈസ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കുറച്ച് സുർക്കയും ഉപ്പും ചേർത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുക്കറിലേക്ക് നമുക്ക് പട്ട, പൂവ്, ഏലക്കായ, ഇതോടൊപ്പം തന്നെ കുറച്ച് വലിയ ജീരകം, ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം. ശേഷം നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ദെൻ കുക്കർ നമ്മൾ ജസ്റ്റ് വിസിൽ വരുന്ന രീതിയിൽ അല്ലാണ്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ചിക്കനിലുള്ള മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് ഗ്രേവി ടൈപ്പിലുള്ള ഒരു ചിക്കൻ കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പട്ട, പൂവ്, കായ, ബേ ലീഫൊക്കെ ചേർത്തിട്ട് നമ്മൾ ബസുമതി റൈസ് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് കിട്ടുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യുക. ദെൻ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അതിനിടയിൽ നമുക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഹാഫ് കുക്ക് ചെയ്തിട്ടുള്ള ബസുമതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ സൺഫ്ലവർ ഓയിലല്ല യൂസ് ചെയ്യുന്നത്, പകരം വെളിച്ചെണ്ണയും നെയ്യുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാച്ചാൽ ഉപയോഗിക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ കുക്കർ ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല മന്തി സെറ്റായി കിട്ടും. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം. ബൈ ബൈ.